ഇന്ത്യയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ പ്രൗഢിയോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സ്മാരക പ്രതിമയുണ്ട്. രാജ്യത്തിന്റെ ധീരരായ മുൻ സേനാധിപന്മാരുടെ ചരിത്രാവശേഷിപ്പുകൾ. ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ കമാൻഡ് ഇൻ ചീഫായിരുന്ന ഫീൽഡ് മാർഷൽ കാര്യപ്പയുടെയും ജനറൽ തിമ്മയ്യയുടെയും പ്രതിമകളാണ് ഇന്ത്യൻ സേനയുടെയും കുടകരുടെയും അഭിമാനം വാനോളമുയർത്തി മടിക്കേരിയിൽ കാലാതീതമായി നിലകൊള്ളുന്നത്. അതിർത്തിയിലെ സുപ്രധാന പോരാട്ടങ്ങളിൽ ഇന്ത്യൻ സേനയെ മുന്നിൽ നിന്ന് നയിച്ച ഈ രണ്ടു സേനാ നായകരെയും രാജ്യത്തിന് സമർപ്പിച്ചത് കുടകരാണ്. ഭാരതദേശത്തിന്റെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ഫീൽഡ് മാർഷൽ കാര്യപ്പ. ഒരു 1947 ഇന്ത്യ പാക് യുദ്ധത്തിൽ നയിച്ചിട്ട് ജയിച്ച ഒരു കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ഇവർ. അങ്ങനെ സെക്കൻഡ് ഫീൽഡ് മാർഷൽ ഓഫ് അവർ കൺട്രി ആയിട്ട് പദവി എടുത്തിട്ടുണ്ട്. ജനറൽ തിമ്മയ്യനും അങ്ങനെ അവർ കൊടുക്കേണ്ട സംഭവമാണ്. ഇവർ കൊടുക്കേണ്ട ഒരു വീരപുത്രനാണ്. ഇങ്ങനെ ജനറൽ കാര്യപ്പനും ജനറൽ തിമ്മയ്യനും നമുക്ക് കൊടുക്കേണ്ട ആൾക്കാർക്ക് ഒരു പൂജ്യമായിട്ട് ഉള്ള ഒരു വ്യക്തികളാണ്. ഇവരുടെ ഫോട്ടോകളും എല്ലാ സ്കൂളിലും കോളേജുകളിലും ഇല്ല ഒരു ഹോട്ടലിലോ വീടുകളിലോ കാണാനുള്ള സംഭവമുണ്ട്. ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ കരസേനയെ നയിച്ച സൈന്യാധിപനായിരുന്നു ഫീൽഡ് മാർഷൽ കാര്യപ്പ. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് പർവ്വതങ്ങൾക്ക് മുകളിലെ യുദ്ധമുറ കൊണ്ട് ശത്രുരാജ്യത്ത് വിറപ്പിച്ച സൈന്യാധിപനായിരുന്നു ജനറൽ തിമ്മയ്യ. മടിക്കേരിയിൽ മാത്രമല്ല, സമീപ നഗരങ്ങളിലും ഇരു സേനാധിപന്മാർക്കും ആദരവ് നൽകിക്കൊണ്ട് സ്മാരക പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിർത്തി കാക്കുന്ന ധീരനായകരെ ഇത്തരത്തിൽ ആദരവോടെ കാണുന്നത് കുടക് ജനതയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ്. ഏതൊരു കുടകനും സ്മാരക സ്തൂപത്തിന് സമീപം എത്തുമ്പോൾ ചിത്രം പകർത്തി മാത്രമേ മടങ്ങാറുള്ളൂ. കുടകിലെ വിദ്യാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കാര്യപ്പയുടെയും തിമ്മയ്യയുടെയും ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കും. കർണാടക കൂർഗ് ഡിസ്ട്രിക്ട് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ സൈന്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി മാത്രമല്ല, കേവലം ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളിലും യുദ്ധസ്മാരകങ്ങൾ പണിയുകയാണെങ്കിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും സൈനിക ബഹുമാനവും രാജ്യസ്നേഹവും വർദ്ധിക്കുന്നതോടൊപ്പം യുവാക്കൾക്ക് സൈന്യത്തിൽ ചേരാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടും. വീരാജ്പേട്ട, മടിക്കേരി, ഗോണിക്കൊപ്പ, സോമവാർപേട്ട തുടങ്ങിയിടങ്ങളിലെല്ലാം റോഡുകൾക്കും മറ്റു തദ്ദേശ മന്ദിരങ്ങൾക്കും ഈ സേനാനികളുടെ പേര് നൽകി ആദരവ് നിലനിർത്തുന്നു. രാജ്യത്തിന്റെ ഉന്നത സേനാധിപന്മാരെ സംഭാവന ചെയ്തതിൽ കുടക് ജനത ഇന്നും അഭിമാനം കൊള്ളുകയാണ്. ETV ഭാരത്, കണ്ണൂർ.